നമസ്കാരം. ഈ അടുത്ത കാലത്തായി കേന്ദ്രത്തിലെ BJP സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം എന്നത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യ സ്വീകരിച്ചു വരുന്ന നിലപാട് മാറ്റി എന്നുള്ളതാണ്. ഇന്ത്യ വർഷങ്ങളായി പാലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നതെന്നും മോദി സർക്കാർ അത് മാറ്റി ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു വിദേശ നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായി മോദി സർക്കാരിൻ്റെ വിദേശ നയം വിലയിരുത്തിയാൽ പലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ ആ സങ്കല്പത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലായി വിദേശകാര്യമന്ത്രി S. ജയശങ്കറിൻ്റെ പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് ഇദ്ദേഹം ഇത് വളരെ വിശദമായി പറഞ്ഞത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇന്ത്യ ഒരു കക്ഷിയെയല്ല, പക്ഷേ ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഹമാസ് കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയത് തീർച്ചയായും ഒരു ഭീകരാക്രമണം തന്നെയാണ്. നൂറുകണക്കിന് ഇസ്രായേലി പൗരന്മാരെയാണ് അനധികൃതമായി രാജ്യത്തിനകത്ത് പ്രവേശിച്ച് അവർ വകവരുത്തിയത്. നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഏതൊരു രാജ്യത്തിനോടും ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്താൽ, ഏതൊരു രാജ്യത്തിനെതിരെയും ഇത്തരമൊരു ആക്രമണം നടത്തിയാൽ ആ രാജ്യം എങ്ങനെയാണോ പ്രതികരിക്കുക, അതേ പ്രതികരണം മാത്രമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തെ ഇന്ത്യ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിന് ഇരയായ ഇസ്രായേൽ രാജ്യത്തോടൊപ്പം ഇന്ത്യ നിസ്സംശയം നിൽക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു ദ്വിരാഷ്ട്ര പരിഹാരം വേണം എന്ന് തന്നെയാണ് ഇന്ത്യ അന്നും ഇന്നും വാദിക്കുന്നത്. പലസ്തീനികളുടെ രാഷ്ട്രസങ്കല്പത്തിന് എതിര് നിൽക്കുന്നത് ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളാണ്. ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷമാണ് ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായത്. അവർക്ക് സ്വന്തം രാഷ്ട്രം എന്ന സങ്കല്പത്തിന് വിലങ്ങുതടിയാകുന്നത് ഇസ്രായേലല്ല, മറിച്ച് ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകളാണ്. ഗാസയിലെ സൈനിക നടപടിക്ക് കാരണം ഹമാസാണ്. ആ രീതിയിലാണ് ഇന്ത്യ പ്രശ്നത്തെ കാണുന്നത് എന്ന വ്യക്തമായ നയമാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ പ്രഖ്യാപിച്ചത്. തീർച്ചയായും അത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വ്യക്തതയാണ്. കേരളത്തിലടക്കം നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളിൽ മുഴങ്ങിക്കേട്ട കേന്ദ്ര സർക്കാർ മുദ്രാവാക്യം, ആ കേന്ദ്ര സർക്കാർ മുദ്രാവാക്യത്തിൻ്റെ മറവിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെയുള്ള വംശഹത്യാ ഭീഷണി പോലും മുഴങ്ങിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ സസൂക്ഷ്മം പരിശോധിക്കാതെ ആ നിലപാടുകളിൽ കൃത്രിമത്വം ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാടുകളെ വളച്ചൊടിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് നേടാനായി ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും കേരളത്തിൽ. പക്ഷേ രാഷ്ട്രത്തിൻ്റെ നിലപാട് വ്യക്തമായി തന്നെ വീണ്ടും കേന്ദ്ര സർക്കാർ പറയുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.